Good morning everyone. നമ്മൾ കൈനമാറ്റിക്സിലെ പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കൈനമാറ്റിക്സിലെ തന്നെ 2-3 പ്രോബ്ലംസും കൂടെയാണ് ചെയ്യാൻ പോകുന്നത്. We'll move to the first question. A point is moving in a straight line with acceleration given by a is equal to 15t minus 20. It passes through a reference point at t is equal to 0 and another point 30 meters away after an interval of 5 seconds. Calculate the displacement, velocity and acceleration of the point after further interval of 5 seconds. Okay, അപ്പോൾ ആദ്യം question നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. A point is moving in a straight line with an acceleration given by. അപ്പോൾ ഇവിടെ acceleration നമ്മൾ ഒരു ഇക്വേഷൻ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആക്സലറേഷൻ 15t minus 20 ആണ്. ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് t is equal to 0. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഈ t is equal to 0 എന്ന ടൈമിൽ അത് ഈ റെഫറൻസ് പോയിന്റിൽ പാസ് ചെയ്യുന്നു. ആൻഡ് അനദർ പോയിന്റ് 30 മീറ്റർ അവേ ആഫ്റ്റർ ആൻ ഇൻ്റർവൽ ഓഫ് 5 സെക്കൻഡ്സ്. അപ്പോൾ ആ ബോഡി ആ പോയിന്റ് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 30 മീറ്ററിന് അകലെയുള്ള അടുത്ത റെഫറൻസ് പോയിന്റിനെയും ക്രോസ് ചെയ്യുന്നു. Calculate the displacement, velocity and acceleration of the point after further interval of 5 seconds. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 seconds കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിനെ ഒരു റെഫറൻസ് ലൈനിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ t is equal to 0 ആകുമ്പോൾ ഇനീഷ്യൽ പോയിന്റ് ക്രോസ് ചെയ്തു. t is equal to 5 ആയപ്പോൾ അത് 30 മീറ്റർ അപ്പുറത്തുള്ള ഒരു പോയിന്റ് ക്രോസ് ചെയ്തു. അതിനുശേഷം t is equal to 10 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇത്രയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇക്വേഷൻ തന്നിട്ടുണ്ട് ആക്സലറേഷൻ്റെ a is equal to 15t minus 20. പിന്നെ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. t is equal to 0 അവിടെ ഇനീഷ്യൽ പോയിന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ 0 ആണ്. സോ t is equal to 0, s is equal to 0. ആൻഡ് at t is equal to 5 seconds, s is equal to 30 meter. അപ്പോൾ ആ ഇനീഷ്യൽ പോയിന്റിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ അല്ലെങ്കിൽ ടൈം 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഒട്ടുമില്ല, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരുന്നു. ടൈം 5 സെക്കൻഡ് ആയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 30 മീറ്റർ ആയി. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണെന്ന് നമുക്കറിയാം. സോ a is equal to dv/dt or dv is equal to a dt. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dv is equal to a dt. അതിൽ നിന്ന് വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഡിഫറൻഷ്യൽ ആണ് കിടക്കുന്നത്. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി dvയെ v ആക്കാനായിട്ട് ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ a dt പ്ലസ് c1. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഇടാൻ മറക്കരുത്. സോ v is equal to integral a dt plus a constant c1. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയി പോയേനെ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളൊരു c1നെ അങ്ങ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ വാല്യൂ പിന്നീട് 0 ആയി പൊക്കോളും. സോ dvയിൽ നിന്ന് v കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ v is equal to integral a dt പ്ലസ് c1. ഇനി എയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രൽ 15t minus 20 dt പ്ലസ് c1. അപ്പോൾ ഈ എക്ക് പകരം നമ്മൾ ഗിവൺ ഇക്വേഷൻ കൊടുത്തു. ഇനി അതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 15 ഇൻറ്റു ടി ഡി ടി എങ്ങനെയാണ്? t²/2 മൈനസ് 20 ഇൻറ്റു 20 ഡി ടി എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ 20 dt വിൽ ബി ഈക്വൽ ടു 20 ഇൻറ്റു ടി. സോ 15 ഇൻറ്റു t²/2 മൈനസ് 20 ഇൻറ്റു ടി പ്ലസ് c1. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് വെലോസിറ്റിക്കും ഒരു ഇക്വേഷൻ കിട്ടി. പക്ഷേ അതിനകത്ത് c1ൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്താ അറിയാവുന്നത്? v is equal to ds/dt എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. a is equal to dv/dt യും v is equal to ds/dt. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ds is equal to v dt. നമ്മൾ നേരത്തെ വെലോസിറ്റിക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനും ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ ഈ ds is equal to v dt യെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് s കിട്ടും. സോ s is equal to integral v dt പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c2. അപ്പോൾ ഇവിടെ വിക്കാണ് നമുക്കിപ്പോൾ ഇക്വേഷൻ കിട്ടിയത്. നമ്മൾ എന്തിനാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഈ വിയുടെയും എസിൻ്റെയൊക്കെ കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ s is equal to integral v dt പ്ലസ് c2. അവിടെ വിക്ക് പകരം നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഈ 15 ഇൻറ്റു t²/2 ആ ഇക്വേഷൻ കൊടുക്കുന്നു.
So integral 15 t square by 2 minus 20 t plus c1 dt plus c2. That is, ഈ 15/2 നെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ടി സ്ക്വയറിനെ ടി ക്യൂബ് ബൈ 3 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ 15/2 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 മൈനസ് 20 ഇൻറ്റു ടി എ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി വണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ സി വൺ ഇൻറ്റു ടി പ്ലസ് സി ടു. സി ടുവിൻ്റെ കൂടെ എന്താണ് ടി വരാത്തത്? കാരണം സി ടുവിന് ഡി ടി ഇല്ല, ഇൻ്റഗ്രലിൻ്റെ പുറത്താണ് സി ടു കിടക്കുന്നത്. ഓക്കെ, ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ 2.5 ടി ക്യൂബ് മൈനസ് 10 ടി സ്ക്വയർ പ്ലസ് സി വൺ ടി പ്ലസ് സി ടു. ഇക്വേഷൻ നമ്പർ 2. അപ്പം നമുക്ക് വെലോസിറ്റിക്കും ഡിസ്പ്ലേസ്മെൻറ്റിനും ഓരോ ഇക്വേഷൻ കിട്ടി. പക്ഷേ അതിനകത്ത് സി വണ്ണും സി ടുവും അൺനോൺ ആയിട്ട് കിടക്കുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് സി വൺ ആൻഡ് സി ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിഷ്യലി ഉള്ള ഈ കണ്ടീഷൻസ് ഉപയോഗിക്കുന്നത്. So to find the value of C1 and C2, first condition എടുത്തു at t is equal to 0, s is equal to 0. അപ്പോൾ t 0 ആവുമ്പോൾ s 0 ആണെന്ന് ഈ ഇക്വേഷനിൽ പറയുന്നുണ്ട്, കണ്ടീഷനിൽ പറയുന്നുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏത് ഇക്വേഷനിൽ? എസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. t is equal to 0 ആകുമ്പോൾ s is equal to 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ആണ്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടിക്കും എസിനും 0 കൊടുക്കുക. എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 0 മൈനസ് 10 ഇൻറ്റു 0 പ്ലസ് സി വൺ ഇൻറ്റു 0 പ്ലസ് സി ടു. അപ്പോൾ ഈ ടി വരുന്നിടത്തെല്ലാം അത് 0 ആയി പോവും. സോ സി ടു വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് സി ടു ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അറ്റ് ടി ഇസ് ഈക്വൽ ടു 5 എസ് ഇസ് ഈക്വൽ ടു 30 മീറ്റർ എന്നൊരു കണ്ടീഷനോടെ ഉണ്ട്. അതും നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല? ഫസ്റ്റ് ഇക്വേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. വെലോസിറ്റിയുടെ അല്ല, നമുക്ക് കണ്ടീഷൻസ് അറിയാവുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആണ്. സോ അറ്റ് ടി ഇസ് ഈക്വൽ ടു 5 എസ് ഇസ് ഈക്വൽ ടു 30 മീറ്റർ. ആ ഇക്വേഷൻ, ആ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. 30 ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു ടിക്ക് പകരം 5 കൊടുത്തു. 5 ക്യൂബ് മൈനസ് 10 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് സി വൺ ഇൻറ്റു 5 പ്ലസ് 0. അപ്പോൾ ഇതിനകത്ത് സി വൺ മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സി വൺ ആസ് മൈനസ് 6.5. സി ടുവിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു 0, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സി വണ്ണിൻ്റെയും സി ടുവിൻ്റെയും വാല്യൂ കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. v is equal to 15/2. ഇത് ഏത് ഇക്വേഷനാണ്? നമുക്കൊന്നായിട്ട് ഇവിടെ കിട്ടിയില്ലായിരുന്നു, ഇക്വേഷൻ നമ്പർ 1. അവിടെയാണ് നമ്മൾ സി വണ്ണിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. സോ v is equal to 15/2 ടി സ്ക്വയർ മൈനസ് 20t മൈനസ് 6.5. നമ്മൾ സി വണ്ണിൻ്റെ വാല്യൂ കൊടുത്തു. ഇനി എസ് എങ്ങനെ മാറുന്നു? എസ് ഇസ് ഈക്വൽ ടു 2.5 ടി ക്യൂബ് മൈനസ് 10 ടി സ്ക്വയർ മൈനസ് 6.5 ടി. 6.5 ടി എന്ന് പറയുന്നത് സി വൺ ടി പ്ലസ് സി ടു ആണ്. സി ടുവിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതും കൊടുത്തു. സോ യു ഗോട്ട് ദ ഇക്വേഷൻസ് ഫോർ വി ആൻഡ് എസ്. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്? ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്സ്. Put t is equal to 10 in the above equations. നമുക്ക് വെലോസിറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇക്വേഷൻ ഉണ്ട്. നമുക്ക് t is equal to 10 ആവുമ്പോൾ വെലോസിറ്റി എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഇക്വേഷൻസിൽ നമ്മൾ t is equal to 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കംസ് s is equal to 2.5 ഇൻറ്റു ടിക്ക് പകരം നമ്മൾ 10 കൊടുക്കുന്നു. സോ 2.5 ഇൻറ്റു 10 ക്യൂബ് മൈനസ് 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 6.5 ഇൻറ്റു 10 പ്ലസ് 0. സോ 1435 മീറ്റർ കിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ടി ഇസ് ഈക്വൽ ടു 10 കൊടുത്തേ. വെലോസിറ്റി v is equal to 15/2 ഇൻറ്റു ടി സ്ക്വയറിന് പകരം 10 സ്ക്വയർ മൈനസ് 20 ഇൻറ്റു 10 മൈനസ് 6.5. സോ v നമുക്ക് കിട്ടി 543.5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മളോട് ആക്സിലറേഷൻ അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതിനകത്ത് t is equal to 10 കൊടുക്കാം. a is equal to 15 ഇൻറ്റു 10 മൈനസ് 20, 130 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. So here's the next question using equation. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. The motion of a particle along a straight line is defined as s is equal to 25t plus 5t square minus 2t cube, where s is in meters and t is in seconds. Find the velocity and acceleration at the start, the time the particle reaches maximum velocity,
ആൻഡ് മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്സിലറേഷൻ്റെ ആയിരുന്നു ഇക്വേഷൻ തന്നിരുന്നത്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ സ്റ്റാർട്ട്. ഈ പാർട്ടിക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? ദ ടൈം ദ പാർട്ടിക്കിൾ റീച്ചസ് മാക്സിമം വെലോസിറ്റി. ആ പാർട്ടിക്കിളിൻ്റെ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് അറ്റൈൻ ചെയ്യുന്ന ആ മാക്സിമം വെലോസിറ്റി എത്രയാണെന്നും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ തന്നേക്കുന്നത് ഈ ഒരു ഡേറ്റ മാത്രമേ ഉള്ളൂ. എസ് ഇസ് ഈക്വൽ ടു 25t പ്ലസ് 5t² മൈനസ് 2t³ എന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ആണെന്നറിയാം. സോ ഡി ബൈ ഡി ടി ഓഫ് എസിന് പകരം ഈ ഇക്വേഷൻ കൊടുത്തു. ഡി ബൈ ഡി ടി ഓഫ് 25t പ്ലസ് 5t² മൈനസ് 2t³. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 25 പ്ലസ് 10t മൈനസ് 6t². ഇക്വേഷൻ നമ്പർ 1. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇത് പിടികിട്ടാത്തവർ ആർക്കെങ്കിലും ചോദിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ എന്നോട് തന്നെ ചോദിക്കുക. സോ വെലോസിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി ആക്സിലറേഷനും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷനും ഒരു ഇക്വേഷൻ വേണം. ആക്സിലറേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി. വെലോസിറ്റിക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി ബൈ ഡി ടി ഓഫ് 25 പ്ലസ് 10t മൈനസ് 6t². ഇനി അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. 25 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പോകുന്നു. ഇവിടെ 10tയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 10 മൈനസ് 6t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 12t. സോ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഈസ് 10 മൈനസ് 12t. ഇക്വേഷൻ നമ്പർ 2. അപ്പം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിങ്ങൾ നോക്കിക്കുക, നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആയിരുന്നു തന്നിരുന്നത്. നമ്മൾ അതിനെ രണ്ട് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടിയത്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. സോ അതിനെ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് വെലോസിറ്റിയും കിട്ടി, പിന്നീട് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷനും കിട്ടുന്നു. Now to find the velocity and acceleration at the start. Start എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ? t is equal to 0. അപ്പം വെലോസിറ്റി ആക്സിലറേഷൻ അറ്റ് ദ സ്റ്റാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഇക്വേഷനിൽ t is equal to 0 കൊടുത്താൽ മാത്രം മതിയാകും. സോ വെലോസിറ്റി അറ്റ് t is equal to 0 കിട്ടാനായിട്ട് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ടൈമിന് 0 കൊടുത്തു. സോ v is equal to 25 പ്ലസ് 10t ആണ്. 10 into 0 മൈനസ് 6 into 0. സോ 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സിലറേഷൻ്റെ ഇക്വേഷനിലും t is equal to 0 കൊടുക്കാം. a is equal to 10 minus 12 into 0, 10 meter per second square. സോ നമുക്ക് വെലോസിറ്റി അറ്റ് t is equal to 0 കിട്ടി, ആക്സിലറേഷൻ അറ്റ് t is equal to 0 കിട്ടി. ഇനി നമ്മളോട് അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടു ഫൈൻഡ് ദ ടൈം ദ പാർട്ടിക്കിൾ റീച്ചസ് മാക്സിമം വെലോസിറ്റി. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് മാക്സിമം ഇതിൻ്റെ കണ്ടീഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അതായത് മാക്സിമം വെലോസിറ്റി എത്തുന്ന സമയം കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷനെ ആ സമയം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കൊടുത്തു. 25 പ്ലസ് 10t മൈനസ് 6t² ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. 25 കോൺസ്റ്റൻ്റ് ആണ്, 0 ആയി പോകുന്നു. 10tയുടെ 10 minus 12t is equal to 0, which means t is equal to 0.83 seconds. അപ്പോൾ 0.83 സെക്കൻഡ് ആകുമ്പോഴാണ് ആ ബോഡി മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. Now the maximum velocity is velocity at t is equal to 0.83 seconds. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച എന്താണ്? The time the particle reaches maximum velocity. മാക്സിമം വെലോസിറ്റി എത്തുന്ന സമയം 0.83 സെക്കൻഡ്സ് ആണ്. ഇനി നമ്മളോട് ലാസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ മാക്സിമം വെലോസിറ്റി എത്രയാണെന്നാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ഈ ടൈമിന് 0.83 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും മാക്സിമം വെലോസിറ്റി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് t is equal to 0.83 seconds in equation number 1. v is equal to 25 plus 10 into 0.83 minus 6 into 0.83 square, which is equal to 12.57 meter per second. അതാണ് മാക്സിമം വെലോസിറ്റി.
ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇക്വേഷൻസ് തന്നിട്ട് വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഗിവൺ ബൈ എസ് ഇസ് ഈക്വൽ ടു ടി ക്യൂ മൈനസ് 3t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 5. Find the time at which the acceleration is 0 and the time at which the velocity is 2 meter per second. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെലോസിറ്റിയുടെയും ആക്സലറേഷൻ്റെയും ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ടൈം അറ്റ് വിച്ച് ആക്സലറേഷൻ 0 ആകുന്ന സമയമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ആക്സലറേഷൻ്റെ ഇക്വേഷനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. വെലോസിറ്റിയുടെ ഇക്വേഷനെ 2ന് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെയും ടി കണ്ടുപിടിക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസറായി. അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക.